അടുത്തായിട്ട് നമ്മൾ വീറ്റ്നസ് ബ്രിഡ്ജിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. A Weisner's bridge is a network of 4 resistors as shown in this diagram. ഈ ഡയഗ്രത്തിനകത്ത് പിയും ക്യൂവും ആറും എസുമാണ് 4 റെസിസ്റ്റേഴ്സ്. ആ 4 റെസിസ്റ്റേഴ്സ് ഫോം ചെയ്യുന്ന നെറ്റ്വർക്കിലൂടെ കറണ്ട് കടത്തിവിടാനായിട്ട് ഈ വോൾട്ട് ഇ എം എഫ് ഉള്ള ഒരു സെല്ല് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പോയിന്റ് ബിയിൽ നിന്നും പോയിന്റ് ഡിയിലേക്ക് കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഒരു ഗാൽവനോമീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് ഒരു കറണ്ട് ഡിറ്റക്റ്റിംഗ് ഡിവൈസ് ആണ്. മീറ്റർ എന്ന പേരിൽ അവസാനിക്കുന്ന ഉപകരണങ്ങളെല്ലാം മിക്കവാറും ഉപകരണങ്ങളെല്ലാം മെഷറിംഗ് ഇൻസ്ട്രുമെന്റുകളാണ്. ഉദാഹരണത്തിന് അമ്മീറ്റർ കറണ്ട് അളക്കാൻ ഉപയോഗിക്കുന്നു, വോൾട്ട് മീറ്റർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ് അളക്കാൻ ഉപയോഗിക്കുന്നു, സ്പീഡോമീറ്റർ സ്പീഡ് അളക്കാൻ ഉപയോഗിക്കുന്നു, തെർമോമീറ്റർ ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്നു. പക്ഷേ ഗാൽവനോമീറ്ററിന്റെ പേരിന്റെ അവസാനം മീറ്റർ എന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് നോട്ട് എ മെഷറിംഗ് ഡിവൈസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇൻ എ സർക്യൂട്ട്. ഉദാഹരണത്തിന് ബിയിൽ നിന്ന് ഡിയിലേക്കോ തിരിച്ച് ഡിയിൽ നിന്ന് ബിയിലേക്കോ കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനാണ് ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഗാൽവനോമീറ്ററിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഒരു കോപ്പറിന്റെ കോയിലാണ്. അതുകൊണ്ട് അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ആണ് ഈ ഡയഗ്രത്തിൽ RG എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ജംഗ്ഷൻ എയിൽ എത്തിച്ചേരുന്ന മൊത്തം കറണ്ട് ക്യാപിറ്റൽ ഐ ആണ്. സെല്ലിൽ നിന്നും എത്തിച്ചേരുന്ന മൊത്തം കറണ്ട് ക്യാപിറ്റൽ ഐ ആണ്. ആൻഡ് അറ്റ് ജംഗ്ഷൻ എ ദ കറണ്ട് ഡിവൈഡ്സ് ഇൻടു 2. I1 R എന്ന് പറയുന്ന റെസിസ്റ്റൻസിലൂടെയും ബാക്കിയുള്ള കറണ്ട് I-I1 പിയിലൂടെയും ഒഴുകുന്നു. എന്താ I-I1 ആണ് പി കൂടെ ഒഴുകുന്നത് പറയാൻ കാരണം ഈ കറണ്ടും കൂടെ കൂട്ടിയാൽ ഐ കിട്ടണം. എന്നാലേ കിർച്ചോഫ് ഫസ്റ്റ് റൂൾ ജംഗ്ഷൻ എയിൽ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി പോയിന്റ് ബിയിൽ എത്തിച്ചേരുന്ന I-I1 എന്ന് പറയുന്ന കറണ്ട് എഗെയിൻ 2 ഭാഗങ്ങളെ ഡിവൈഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഒരു ഭാഗം ക്യൂവിലൂടെയും മറ്റേ ഭാഗം ഗാൽവനോമീറ്ററിലൂടെയും ഒഴുകും. ആ ഗാൽവനോമീറ്ററിൽ കൂടെ ഒഴുകുന്ന കറണ്ടിനാണ് IG എന്ന് റിപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ക്ലോസ്ഡ് പാത്തിനകത്ത് ABDA എന്ന് പറയുന്ന ക്ലോസ്ഡ് പാത്തിനകത്ത് നമ്മൾ കിർച്ചോഫ് സെക്കൻഡ് റൂൾ ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ കിട്ടുന്നത്? കിർച്ചോഫ് സെക്കൻഡ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ എന്ന് സ്റ്റാർട്ട് ചെയ്യാം. I-I1 നമ്മൾ പോകുന്ന അതേ ദിശ ക്ലോക്ക് വൈസ് ദിശ തന്നെയാണ് I-I1 എന്ന് പറയുന്ന കറണ്ട്. സോ I-I1 ഇൻറ്റു പി പ്ലസ് IG നമ്മൾ പോകുന്ന അതേ ദിശയിൽ തന്നെയാണ് റിപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ IG ഒഴുകുന്ന റെസിസ്റ്റൻസ് RG ആണ്. RGയിലൂടെയാണ് IG ഒഴുകുന്നത്. ഇനി I1 താഴേക്കാണ്, ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നത്. സോ -I1 ഇൻറ്റു അത് ഒഴുകുന്നത് ആ റെസിസ്റ്റൻസിലൂടെയാണ്. ഇനി ഈ ക്ലോസ്ഡ് പാത്തിനകത്ത് EMF ഒന്നുമില്ല, പുറത്താണ് EMF ഉള്ളത്. ഈ ക്ലോസ്ഡ് പാത്തിനകത്ത് EMF ഇല്ല. So this is equal to 0. Now suppose that the current through the galvanometer is equal to 0. എപ്പോഴാണ് ഗാൽവനോമീറ്ററിലൂടെയുള്ള കറണ്ട് 0 ആവുക? ബിയിലെ പൊട്ടൻഷ്യലും ഡിയിലെ പൊട്ടൻഷ്യലും സെയിം ആകുമ്പോൾ. രണ്ട് പോയിന്റുകൾക്ക് ഇടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളപ്പോഴാണ് അതിൽ ഹയർ പൊട്ടൻഷ്യലിലെ പോയിന്റിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലെ പോയിന്റിലേക്ക് കറണ്ട് ഒഴുകുക. അപ്പോൾ ബി ഹയർ പൊട്ടൻഷ്യലും ഡി ലോവർ പൊട്ടൻഷ്യലും ആണെങ്കിൽ IG 0 ആയിരിക്കില്ല. തിരിച്ച് ഡി ഹയർ പൊട്ടൻഷ്യലും ബി ഹയർ ലോവർ പൊട്ടൻഷ്യൽ ആണെങ്കിലും IG 0 ആയിരിക്കില്ല. എന്നാൽ ബിയും ഡിയും ഒരേ പൊട്ടൻഷ്യൽ ആണെങ്കിൽ IG-യുടെ വാല്യൂ 0 ആയിരിക്കും. ഇവിടെ ഓൾറെഡി ഈ റെസിസ്റ്റർ പിയുടെയും ആറിന്റെയും ഓരോ ഇടത്ത് വശങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ പിയുടെയും ആറിന്റെയും ഇടത് വശങ്ങൾ ഒരേ പൊട്ടൻഷ്യലാണ്. അപ്പം പിയുടെയും ആറിന്റെയും വലത്ത് വശങ്ങൾ കൂടി മറ്റൊരു സെയിം പൊട്ടൻഷ്യൽ ആണെങ്കിൽ, ഇവിടെ ഒരു ഹയർ പൊട്ടൻഷ്യൽ ഉണ്ട്, ഇവിടെ ലോവർ പൊട്ടൻഷ്യൽ ആണ്, അതുകൊണ്ടാണ് കറണ്ട് ഒഴുകുന്നത്. അപ്പം പിയുടെയും ആറിന്റെയും വലത്ത് വശം ഇടത്ത് വശത്തിനെ അപേക്ഷിച്ച് ലോവർ പൊട്ടൻഷ്യൽ ആണ്. ആ ലോവർ പൊട്ടൻഷ്യലിന്റെ വാല്യൂ സെയിം ആണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് എയിലെ പൊട്ടൻഷ്യൽ +4 വോൾട്ടും ബിയിലെ പൊട്ടൻഷ്യൽ +2 വോൾട്ട് ആണെന്ന് വിചാരിക്കും. ഡിയിലെ പൊട്ടൻഷ്യലും +2 വോൾട്ട് ആണെങ്കിലോ ഡിയിൽ നിന്ന് ബിയിലേക്കോ തിരിച്ച് ബിയിൽ നിന്ന് ഡിയിലേക്കോ കറണ്ട് ഉണ്ടാവില്ല. അപ്പൊ എക്കും ബിക്കും ഇടയിലുള്ള അതേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 4 - 2 അത് തന്നെ എക്കും ഡിക്ക് ഇടയിൽ വന്നു 4 - 2. അപ്പൊ എക്കും ബിക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ബാലൻസ് ചെയ്യുകയാണ് എക്കും ഡിക്ക് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്കിൽ, ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഈക്വൽ ആവുന്ന സമയത്താണ് നമ്മൾ ഇയാളെ ഇത് ബാലൻസ് എന്ന് പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇങ്ങോട്ടൊരു കറണ്ടിനെ പറഞ്ഞയക്കാൻ ശ്രമിക്കുമെങ്കിൽ അതേ കഴിവ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇപ്പുറത്തേക്ക് കറണ്ടിനെ ഓപ്പോസിറ്റ് ആയിട്ട് കറണ്ടിനെ പറഞ്ഞയക്കാം. ഈ റെസിസ്റ്ററിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം ഒരു കറണ്ട് ഇങ്ങോട്ട് ഒഴുകാൻ ശ്രമിക്കുന്നു, ഈ റെസിസ്റ്ററിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം ഒരു കറണ്ട് ഇങ്ങോട്ട് ഒഴുകാൻ ശ്രമിക്കുന്നു. ഈ രണ്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസുകളും ഈക്വൽ ആണെങ്കിൽ, ഇപ്പോൾ ഡയഗ്രത്തിൽ ഈക്വൽ 4 - 2 4 - 2 അങ്ങനെയാണെങ്കിൽ മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്ന കറണ്ടും താഴേക്ക് വരാൻ ശ്രമിക്കുന്ന കറണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആവും. അതുകൊണ്ട് ആ സാഹചര്യത്തിൽ കറണ്ട് ത്രൂ ദ ഗാൽവനോമീറ്റർ വിൽ ബി ഈക്വൽ ടു 0. ഇതിനെയാണ് നമ്മൾ കണ്ടീഷൻ ഫോർ ബാലൻസിങ് ഇതിനാണ് നമ്മൾ ബാലൻസ്ഡ് സ്റ്റേറ്റ് ഓഫ് ദ വീറ്റ്നസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതായത് ഗാൽവനോമീറ്റർ കൂടെയുള്ള കറണ്ട് 0 ആകുന്ന അവസ്ഥയെ. എന്ന് വെച്ചാൽ പി എന്ന് പറയുന്ന റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ബാലൻസ്ഡ് ബൈ ആറിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആകുമ്പോഴാണ്
when the potential difference across P is balanced by the potential difference across R, then there will be no current from B to D or from D to B. That is, there will be no current through the galvanometer in a balanced Weierstrass bridge. Bridge balanced ആണ് വിചാരിക്കുക എന്ന് വെച്ചാൽ ഐ ജിയുടെ വാല്യൂ 0 ആണ്. So this equation becomes I minus I1 into P minus I1R equal to 0. അപ്പം equal to I1R. Now suppose that this is equation number 1. അതായത് ഗാൽവനോമെട്രിക് കൂട്ടുള്ള കറണ്ട് 0 ആണ്. Now you apply Kirchhoff's second rule to the second loop. ഈ ലൂപ്പിനകത്ത് അപ്ലൈ ചെയ്യാം. ഈ ലൂപ്പിനകത്ത് അപ്ലൈ ചെയ്യാം. ഏത് ലൂപ്പിനകത്ത്? ആദ്യം നമ്മൾ അപ്ലൈ ചെയ്തത് എ ബി ഡി എന്ന് പറഞ്ഞ ലൂപ്പിനകത്താണ്. ആദ്യം അപ്ലൈ ചെയ്തത് എ ബി ഡി. ഇതിനകത്ത് അപ്ലൈ ചെയ്തപ്പോഴാണ് ഇങ്ങനെ കിട്ടിയത്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് ബി സി ഡി ബിക്കകത്ത് അപ്ലൈ ചെയ്യാം. ബി സി ഡി ബിക്കകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗാൽവനോമെട്രിക്കുള്ള കറണ്ട് 0 അപ്പോൾ ബിയിൽ ഈ ഡയറക്ഷനിൽ എത്തിച്ചേരുന്ന കറണ്ട് I മൈനസ് I1 ആണ്. ഗാൽവനോമീറ്റർ കൂടെയുള്ള കറണ്ട് 0. ഈ ബ്രാഞ്ചിൽ കൂടെ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ബിയിൽ എത്തിച്ചേരുന്ന I മൈനസ് I1 എന്ന് പറഞ്ഞ മുഴുവൻ കറണ്ടും I മൈനസ് I1 എന്ന് പറഞ്ഞ മുഴുവൻ കറണ്ടും ക്യൂയിലൂടെ പോയേ പറ്റും. അതേപോലെ പോയിന്റ് ഡിയിൽ നിന്നും പോയിന്റ് ബിയിലേക്കോ ബിയിൽ നിന്ന് ഡിയിലേക്കോ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം എയിൽ നിന്ന് ഡി വരെ എത്തിച്ചേരുന്ന കറണ്ട് I1 ആണെങ്കിൽ ആ I1ന്റെ ഒരു ഭാഗം ഇങ്ങോട്ട് പോകുന്നില്ല. ആ I1ലേക്ക് ഒരു കറണ്ട് ഇങ്ങോട്ട് എത്തിച്ചേരും. I1ന്റെ കൂടെ കൂടാനായിട്ട് കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് എത്തിച്ചേരുന്നില്ല. അതുകൊണ്ട് I1 മൊത്തത്തിൽ ഇങ്ങോട്ട് പോയേ പറ്റും. ഈ ഭാഗത്ത് കൂടി പോകുന്ന കറണ്ടും I1 തന്നെയാണ്. ഇതിലെ അങ്ങോട്ട് ഒഴുകുന്ന കറണ്ടും I1 തന്നെയാണ്. ആൻഡ് when you apply Kirchhoff's second rule to the loop BCDB, what we get is I minus I1 into Q. I minus I1 into Q. ഇനി I1 ഇങ്ങോട്ടാ പോകുന്നത്, നമ്മൾ ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ മൈനസ് I1 ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു ആ ക്ലോസ് ലൂപ്പിനകത്തും EMF ഒന്നുമില്ല, ഇസ് ഈക്വൽ ടു 0. ഓർ I minus I1 ഇൻറ്റു Q ഇസ് ഈക്വൽ ടു I1 ഇൻറ്റു എസ്. സപ്പോസ് ദാറ്റ് ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. Now divide equation 1 by equation 2. Equation 1 നെ equation 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. What we get is I minus I1 into P, divided by I minus I1 into Q, is equal to I1 into R divided by I1 into S. I minus I1 cancel ചെയ്തു, I1 cancel ചെയ്തു. P by Q is equal to R by S. ഇനി എപ്പോഴാണ് P by Q ഈക്വൽ തിരിച്ചു ചിന്തിക്കുക? നമ്മളിപ്പോൾ അവിടെ എത്തിച്ചേർന്നു, ഇനി ഇവിടെ തിരിച്ചു ചിന്തിക്കുക. എപ്പോഴാണ് P by Q ഈക്വൽ ടു R by S ആയത്? ഈ ഇക്വേഷൻ വന്നതുകൊണ്ടാണ്. ഈ ഇക്വേഷൻ എന്തുകൊണ്ട് വന്നു? ആ ഇക്വേഷൻ കിട്ടാൻ കാരണം എന്താ? ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കിട്ടാൻ കാരണം എന്താ? ഐ ജിയുടെ വാല്യൂ 0 ആയതുകൊണ്ടാണ്. ഇവിടെ ഐ ജിയുടെ വാല്യൂ 0 ആയിരുന്നില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ ഈ I1R വലത്തോട്ട് പോകുമ്പോൾ ഇടത്തുവശത്ത് IG RG എന്ന് പറഞ്ഞ ടേമും കൂടെ വരുമായിരുന്നു. ഇവിടെ അതുമാതിരി IG RG ഒരു ടേം വരുമായിരുന്നു. പക്ഷെ അത് വരാത്തത് കൊണ്ടാണ്, അങ്ങനെ ഒരു ടേം വരാത്തത് കൊണ്ടാണ് P by 2 ടേം, ഇടത്തുവശത്തും ഒരു ടേം, ഇക്വേഷൻ 1ന്റെ ഇടത്തുവശത്ത് ഒരു ടേം, ഇക്വേഷൻ 2ന്റെ ഇടത്തുവശത്ത് ഒരു ടേം, വലത്തുവശത്തും ഇക്വേഷൻ 1ന്റെ ഒരു ടേം, ഇടത്തുവശത്തും ഇക്വേഷൻ 2ന് ഒരു ടേം. അങ്ങനെ വന്നുകൊണ്ടാണ് P by Q ഈക്വൽ ടു R by S കിട്ടിയത്. അതായത് P by Q ഈക്വൽ ടു R by S കിട്ടാൻ കാരണം ഐ ജിയുടെ വാല്യൂ 0 ആയതുകൊണ്ടാണ്. അതായത് ഗാൽവനോമീറ്റർ കൂടെ കറണ്ട് ഇല്ലാതായതുകൊണ്ടാണ്. ഗാൽവനോമീറ്റർ കൂടെ എന്തുകൊണ്ടാണ് കറണ്ട് ഇല്ലാതായത്? പോയിന്റ് ബിയും പോയിന്റ് ഡിയും ഒരേ പൊട്ടൻഷ്യൽ ആയതുകൊണ്ടാണ്. പോയിന്റ് ബിയും പോയിന്റ് ഡിയും ഒരേ പൊട്ടൻഷ്യൽ ആവാൻ കാരണം എന്താ? പിക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ ആറിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബാലൻസ് ചെയ്തുകൊണ്ടാണ്. വേറെ ഇതിൽ പറഞ്ഞാൽ ക്യൂവിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ എസിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബാലൻസ് ചെയ്തുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ദിസ് ഇക്വേഷൻ റിപ്രസെന്റ്സ് ദ കണ്ടീഷൻ ഫോർ ബാലൻസിങ് എ വീറ്റ്നസ് ബ്രിഡ്ജ്. ഒരു വീറ്റ്നസ് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. തിരിച്ചു പറഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത ഒരു വീറ്റ്നസ് ബ്രിഡ്ജ് ബാലൻസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഒരു ബ്രാഞ്ച് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒരേ ഇഫക്റ്റ് ആണ്. അങ്ങനെ ബ്രാഞ്ച് കൊടുത്താലും കറണ്ട് ഉണ്ടാവില്ല, അപ്പോൾ കറണ്ട് ഇല്ലാത്തൊരു ബ്രാഞ്ച് അവിടെ ഉള്ളതും ഇല്ലാത്തതും ഒരേ ഇഫക്റ്റ് ആണ്. ഉദാഹരണത്തിന് നമ്മൾ സർക്യൂട്ട് ഇങ്ങനെ കൊടുത്തു. ഈ സർക്യൂട്ടിനകത്ത് പിയുടെ സ്ഥാനത്ത് 10 ഓമും ആറിന്റെ സ്ഥാനത്ത് 5 ഓമാണെന്ന് വിചാരിക്കും. 10 ഓം പിയുടെ സ്ഥാനത്ത് 10 ഓമും ക്യൂവിന്റെ സ്ഥാനത്ത് 5 ഓമാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതേപോലെ ഈ ഭാഗത്ത് 8 ഓമാണ്, ആറിന്റെ സ്ഥാനത്ത് 8 ഓമാണെന്ന് വിചാരിക്കാം. അപ്പോൾ എസിന്റെ സ്ഥാനത്ത് നിങ്ങൾ 4 ഓം കൊടുത്തു എന്ന് വിചാരിക്കാം. ഇപ്പൊ നോക്കി ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നോക്കൂ, P by Q 5/10 2 ആണ്.
R/S 8/4 എഗെയിൻ 2 ആണ്. എന്ന് വെച്ചാൽ ഈ സർക്യൂട്ട് ഒരു ബാലൻസ്ഡ് വീസ്റ്റേഴ്സ് ബ്രിഡ്ജ് ആണ്. അങ്ങനെ ഈ 4 റെസിസ്റ്റൻസുകളാണ്, എക്സാമ്പിൾ പറയാണ്, ഈ 4 റെസിസ്റ്റൻസുകളാണ് ഈ രൂപത്തിൽ കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ബ്രാഞ്ചിലൂടെ താഴേക്കോ ഇവിടുന്ന് മുകളിലേക്കോ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവില്ല, ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെന്ന് അർത്ഥം. Now suppose that the positions of the cell and the galvanometer are interchanged. ഈ ഗാൽവനോമീറ്ററിന്റെയും സെല്ലിന്റെയും സ്ഥാനങ്ങൾ ഇന്റർചേഞ്ച് ചെയ്തു വിചാരിക്കും. അങ്ങനെ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സെല്ല് കണക്ട് ചെയ്തിരിക്കുന്നത് എക്കും സിക്കും ഇടയിലാണ്. എക്കും സിക്കും ഇടയിലാണ് സെല്ല് കണക്ട് ചെയ്തിരിക്കുന്നത്. ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് ബിക്കും ഡിക്കും ഇടയിലാണ്. അപ്പോൾ ബിക്കും ഡിക്കും ഇടയിൽ സെല്ല് കണക്ട്, ഞാൻ ഇവിടെ ഡോട്ടഡ് ആയിട്ട് വരയ്ക്കാം. ബിക്കും ഡിക്കും ഇടയിൽ സെല്ല് കണക്ട് ചെയ്യുകയും എക്കും സിക്കും ഇടയിൽ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യുകയും ചെയ്താൽ, ഇങ്ങനെ കണക്ട് ചെയ്യുകയും ചെയ്താൽ, കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനായിട്ട് ഞാൻ ബാക്കിയുള്ള ലെറ്റേഴ്സ് ഒക്കെ ഒന്ന് മാറ്റേണ്ടത്, ഈ കറണ്ടുകളൊക്കെ ഒന്ന് മായ്ച്ച കളയാണ്, ഇത് മാത്രം. അപ്പം ബോൾഡായിട്ട് വരച്ചിരിക്കുന്നത് നമ്മൾ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്തുള്ള സിറ്റുവേഷൻ ആണ്. ഡോട്ടഡ് ആയിട്ട്, അപ്പോൾ അതിന് പകരം ഡോട്ടഡ്, എക്കും സിക്കും ഇടയിൽ ഇങ്ങനെ സെല്ല് കണക്ട് ചെയ്യുന്ന പകരം ബിക്കും ഡിക്കും ഇടയിലാണ് സെല്ല് കണക്ട് ചെയ്തത് എന്ന് വിചാരിക്കുക. അതോടൊപ്പം ബിക്കും ഡിക്കും ഇടയിൽ ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യുന്ന പകരം എക്കും സിക്കും ഇടയിലാണ് ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തത് വിചാരിക്കും. വാട്ട് വിൽ ഹാപ്പൻ ടു ദ കണ്ടീഷൻ ഫോർ ബാലൻസിങ്? ഇതാണ് ചോദ്യം. ശ്രദ്ധിക്കുക, നേരത്തെ കിട്ടിയത് നമ്മൾ മെക്കാനിക്കലായിട്ട് ചെയ്ത് നോക്കിയാൽ P/Q ഈക്വൽ ടു ഗാൽവനോമീറ്ററിന്റെ ഇടത്ത് വശത്തുള്ളത് ബൈ ഗാൽവനോമീറ്ററിന്റെ വലത്തുവശത്തുള്ളത്. മുകൾ ഭാഗത്ത് ഗാൽവനോമീറ്ററിന്റെ ഇടത്ത് വശത്തുള്ള റെസിസ്റ്റർ ബൈ ഗാൽവനോമീറ്ററിന്റെ മുകൾ ഭാഗത്ത് ഗാൽവനോമീറ്ററിന്റെ വലത്തുവശത്തുള്ള റെസിസ്റ്റർ ഇസ് ഈക്വൽ ടു താഴെ ഗാൽവനോമീറ്ററിന്റെ ഇടത്ത് വശത്തുള്ള റെസിസ്റ്റർ R ഡിവൈഡഡ് ബൈ താഴെ ഗാൽവനോമീറ്ററിന്റെ വലത്തുവശത്തുള്ള റെസിസ്റ്റർ S. ഇതാണ് ഒറിജിനലായിട്ട് നമുക്ക് കിട്ടിയത്. ഇനി ഈ ആൾക്കാരെ അങ്ങോട്ട് ഗാൽവനോമീറ്ററിനെയും സെല്ലിനെയും പരസ്പരം സ്ഥാനങ്ങൾ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഗാൽവനോമീറ്ററിന്റെ ഇടത്തുവശത്ത് പിയും വലത്തുവശത്ത് ക്യൂ ആയിരുന്നു. ഇപ്പം ഇങ്ങനെ ഗാൽവനോമീറ്റർ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ, ഇത് മായ്ച്ച കളയാനി, ഗാൽവനോമീറ്റർ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ, ഇതാണ് ഗാൽവനോമീറ്ററിന്റെ കണക്ഷൻ എങ്കിൽ ഗാൽവനോമീറ്ററിന്റെ ഇടത്തുവശത്ത് ഇപ്പോൾ R ആണ്, വലത്തുവശത്ത് P ആണ്. സോ ഇങ്ങനെ വരുന്നു, ഗാൽവനോമീറ്ററിന്റെ ഇടത്തുവശത്ത് R, വലത്തുവശത്ത് P. R/P is equal to S/Q. R/P is equal to S/Q. ഇനി നിങ്ങൾ ഈ R ഇവിടെ വെച്ച് S ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. സോ R/S is equal to S ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ P ഇപ്പുറത്തേക്ക് പോകും, P ഡിവൈഡഡ് ബൈ Q. P/Q ഈക്വൽ ടു R/S, P/Q ഈക്വൽ ടു R/S ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതായത് ഗാൽവനോമീറ്ററും സെല്ലും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് കണ്ടീഷൻ ഫോർ ബാലൻസിങ് എന്താണോ അതേ കണ്ടീഷൻ ഫോർ ബാലൻസിങ് തന്നെയാണ് ഗാൽവനോമീറ്ററും സെല്ലും ഇന്റർചേഞ്ച് ചെയ്താലും കിട്ടും. സോ ദ കണ്ടീഷൻ ഫോർ ബാലൻസിങ് എ വീസ്റ്റേഴ്സ് ബ്രിഡ്ജ് ഡസ് നോട്ട് ചേഞ്ച് ഓൺ ഇന്റർചേഞ്ചിങ് ദ സെൽ ആൻഡ് ദ ഗാൽവനോമീറ്റർ. സെല്ലും ഗാൽവനോമീറ്ററും പരസ്പരം സ്ഥാനം മാറ്റുന്നത് കൊണ്ട് ഒരു വീസ്റ്റേഴ്സ് ബ്രിഡ്ജിന്റെ കണ്ടീഷൻ ഫോർ ബാലൻസിങ്ങിൽ മാറ്റമൊന്നും വരുന്നില്ല.